ഒരിക്കൽ സുന്ദര ഗ്രാമത്തിൽ ജോമോൻ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അല്പം ദൂരെയുള്ള സ്കൂളിൽ എന്നും ജോമോൻ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജോമോൻ സ്കൂൾ വിട്ട് വളരെ ക്ഷീണിച്ച് നടന്നു വരികയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെല്ലാവരും മുൻപേ പോയി. പാവം ജോമോൻ വണ്ണം കാരണം പതിയെയായിരുന്നു നടന്നിരുന്നത്. അവൻ പതിയെ മാവിൻ തോട്ടത്തിലേക്ക് കയറി. കുട്ടികൾ മാവിലെറിയുന്നതും നോക്കി നിന്നു. ഹായ്, എന്തുമാത്രം മാങ്ങകളാണ് മാവിൽ! ഒരെണ്ണം കിട്ടിയാൽ തിന്നാമായിരുന്നു. ഇതാര്? നമ്മുടെ തടിയൻ ജോമോനല്ലേ? എന്താണ് ഇവിടെ? അവന് നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. കൂട്ടുകാരെ, എനിക്കൊരു മാങ്ങ തരാമോ? അമ്പോ, ഇവൻ പറയണത് കേട്ടോ ചങ്ങാതിമാരെ? ഇവന് മാങ്ങ വേണമെന്ന്. നിനക്ക് വേണേ നീ എറിഞ്ഞിട്. പാവം ജോമോൻ വളരെ വിഷമത്തിലായി. അവന് ഉയരത്തിൽ കല്ലെറിയാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഒരെണ്ണം തരുമോ? ഇല്ല, തരില്ല. ഞാൻ നിങ്ങൾക്ക് എന്റെ കളർ പെൻസിൽ തരാം. ആർക്ക് വേണം നിന്റെ പെൻസിൽ? ഞങ്ങൾക്കും ഉണ്ട്. എന്നാ ഞാൻ എന്റെ ഈ വാട്ടർ ബോട്ടിൽ തരട്ടെ. അയ്യേ, ഞങ്ങൾക്ക് വേണ്ട നിന്റെ പഴയ ബോട്ടിൽ. നീ എന്ത് തന്നാലും മാങ്ങ ഞങ്ങൾ തരില്ല. ഈ തടിയനൊരു മണ്ടൻ തന്നെ. കഷ്ടം. ഈ സമയത്ത് ഇതൊക്കെ കണ്ടും കേട്ടും മരത്തിന്റെ ഇലപ്പടർപ്പുകൾക്കിടയിൽ ഒരു കുരങ്ങച്ചൻ ഇരിപ്പുണ്ടായിരുന്നു. പാവം പയ്യൻ, അവനെ എല്ലാവരും കൂടി പരിഹസിക്കുകയാണ്. എങ്ങനെ അവനെ സഹായിക്കാം? ഓഹോ, ഹായ് ഹായ്, പഴുത്ത മാങ്ങ. എന്താ ചങ്ങാതി നമ്മൾ കണ്ടത്? നമ്മൾ ജോമോനെ കളിയാക്കണ്ടായിരുന്നു. അതെ അതെ, ജോമോന് മാങ്ങ കൊടുത്തിരുന്നാൽ അവൻ നമുക്കും മാമ്പഴം തന്നേനെ. ഇനി എങ്ങനെ ചോദിക്കും? ഹായ് ഹായ്, എന്തു മധുരം! തേനിനാണോ ഈ മാമ്പഴത്തിനാണോ മധുരം? സംശയമില്ല, ഈ മാമ്പഴത്തിന് തന്നെ. കൂട്ടുകാരാ ജോമോനെ, എനിക്കൊരു മാമ്പഴം തരാമോ? ഒരു മാമ്പഴം തരുമോ കൂട്ടുകാരാ? ഞങ്ങൾ എല്ലാവരും കൂടി പങ്കിട്ട് കഴിച്ചോളാം. അതിനെന്താ, ഇങ്ങ് വാ. ഇതാ കഴിച്ചോളൂ, എല്ലാവരും കഴിച്ചോളൂ. ഞങ്ങളോട് ക്ഷമിക്ക് കൂട്ടുകാരാ. എന്തിന്? ഞങ്ങൾ മാങ്ങ തരാത്തതിനും തടിയാന്ന് വിളിച്ചതിനും. അതൊന്നും സാരമില്ല, നിങ്ങളിപ്പോ എന്റെ ചങ്ങാതിമാരായല്ലോ, അതു മതി. പച്ചമാങ്ങ കിട്ടി, പഴുത്ത മാങ്ങ കിട്ടി, ഞങ്ങൾക്ക് നല്ലൊരു ചങ്ങാതിയും കിട്ടി.
പച്ചമാങ്ങ കിട്ടി, പഴുത്ത മാങ്ങ കിട്ടി, ഞങ്ങൾക്ക് നല്ലൊരു ചങ്ങാതിയും കിട്ടി. അങ്ങനെ നന്മയുള്ള ജോമോന് നിറയെ മാമ്പഴവും കിട്ടി, നിറയെ കൂട്ടുകാരെയും കിട്ടി. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, 10, 11, 12, 13, 14. എവിടെ ഒളിക്കും? നമുക്ക് ആ മരത്തിന്റെ പുറകിൽ ഒളിച്ചാലോ? ഏയ്, അത് വേണ്ട. നമ്മൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് ഒളിച്ചാൽ അവൻ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടുപിടിക്കും. ഒരു കാര്യം ചെയ്യാം, നീ അവിടെ ഒളിച്ചോ, ഞാൻ വേറൊരു സ്ഥലം കണ്ടുപിടിക്കാം. ശരി, എന്നാൽ ഞാൻ അവിടെ ഒളിക്കാം. ഇനി ഞാൻ എവിടെ ഒളിക്കും? ആ പട്ടക്കൊടയുടെ അടിയിൽ ഒളിക്കാം. ഇതിന്റെ അടിയിൽ ഇരുന്നാൽ ആരും കണ്ടുപിടിക്കില്ല. 95, 96, 97, 98, 100. ഇവരെവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അമ്പടി കള്ളി, ഇതിനകത്തൊളിച്ചാൽ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചല്ലേ? കണ്ടുപിടിച്ചേ, കണ്ടുപിടിച്ചേ. ഇനി ഈ ഗോപി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നൊന്ന് നോക്കട്ടെ. അതാ അവൻ മറഞ്ഞിരിക്കുന്നു. ഇപ്പ ശരിയാക്കാം. ഹായ്, അടുക്കളയിൽ നിന്ന് നല്ല ഉണ്ണിയപ്പത്തിന്റെ മണം വരുന്നല്ലോ. ശരിയാ, വാ നമുക്ക് പോയി കഴിക്കാം. വിശന്നിട്ടു വയ്യ. അമ്മേ, എന്തിനാ പാത്രം തട്ടിപ്പറിച്ചേ? അപ്പൂട്ടാ, ഇത് നിങ്ങൾക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയുള്ളതല്ല. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവരും പങ്കിട്ടെടുത്ത് വേണം കഴിക്കാൻ. ആദ്യം 3 പേരും പോയി കൈ കഴുകിയിട്ട് വന്നേ. കണ്ടില്ലേ, കൈ നിറയെ മണ്ണും ചെളിയുമാണ്. അപ്പൂട്ടാ, അമ്മ പറഞ്ഞതാണ് ശരി. വാ, കൈ കഴുകി വൃത്തിയായി വരാം. വാ, ഇനി പോയി ഉണ്ണിയപ്പം കഴിക്കാം. എന്താ അപ്പൂട്ടാ, നിനക്ക് ഉണ്ണിയപ്പം വേണ്ടേ? ഇപ്പൊ ക്ലീൻ. ആഹാ, അപ്പുണ്ണി മിടുക്കനായല്ലോ. അപ്പ ഞാനോ? നീയും മിടുക്കൻ തന്നെ. അപ്പ ഞാനോ? നീ പണ്ടേ മിടുക്കിയല്ലേ.
മാളൂട്ടിക്ക് ഇത് ഇഷ്ടമായോ? ഹയ്യേ, ഇത് കൊള്ളില്ല. ഇതിനൊരു ഭംഗിയുമില്ല. ഹായ്, കരടി ബൊമ്മ, ചക്കര ബൊമ്മ. നീ ഇവിടെ ഇരിക്കെ. അയ്യോ, എന്നെ ഇവിടെ ഇരുത്തിയാൽ എങ്ങനെയാ? ഞാനും പോയി കളിക്കട്ടെ. പാവം നമ്മുടെ കുറുക്കൻ ബൊമ്മ വളരെ സങ്കടത്തിൽ കണ്ണാടിക്കൂട്ടിലിരുന്നു. എന്റെ ചക്കര കരടിക്കുട്ടനല്ലേ, ഈ പൊട്ടുകൂടി ഇട്ടാ നീ കൂടുതൽ സുന്ദരനാകും. ഇതെല്ലാം കണ്ണാടിക്കൂട്ടിലിരുന്നു കൊണ്ട് കുറുക്കൻ ബൊമ്മ കാണുന്നുണ്ടായിരുന്നു. ഇവരെന്താ എന്നെ കാണുന്നില്ലേ? ഇവിടെ ഇരിക്കണേ, ഞാൻ ഓടി വരാമേ. അല്ല, ഇതാര്? നമ്മുടെ കുറുക്കൻകുട്ടനോ? എന്തിനാ കുറുക്കൻകുട്ട ഇങ്ങനെ നോക്കി നിക്കണേ? നിനക്ക് വിഷമമുണ്ടോ? ഉണ്ട്. നന്നായി, നിന്നെ ആർക്കും വേണ്ടല്ലോ. ഇതൊക്കെ ആദ്യത്തെ ആവേശമാണ് കരടി ചേട്ടാ. നീ ഇവിടെ ഇരിക്കണേ ഇത്തിരി നേരം. ഞങ്ങളൊരു യാത്ര പോയിട്ട് വരാമേ. വരുമ്പോ എന്റെ ചക്കര പാവയ്ക്ക് മിഠായി കൊണ്ട് തരാമേ. ഈ കുട്ടിക്ക് എന്നെ കൂടെ ഒന്ന് നോക്കിക്കൂടെ? നിന്നെ നോക്കാൻ നീ ആര്? സിനിമാ നടനോ? കളിയാക്കിയതാണ്. അതെ. എന്നാ എനിക്ക് സങ്കടമായി. നീ എന്നെ കളിയാക്കുകയാണോ? ഞാനും അല്ലേ? അല്ല. എടാ, നിന്നെ ഈ ഷെൽഫിൽ നിന്ന് ഇതുവരെ പുറത്തെടുത്തിട്ടുണ്ടോ? ഇങ്ങനെ പൊടി കയറി ഇരിക്കാനാ നിന്റെ വിധി. കരടിച്ചേട്ടാ, എനിക്ക് വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രതീക്ഷ ഉണ്ട്. കഷ്ടം തന്നെ. നിന്നോട് ഞാൻ മിണ്ടുന്നത് തന്നെ വലിയ കാര്യമായി കരുതിക്കോ. നിന്നെ പോലെ എന്നും ഇവിടെ ഇരിക്കുന്ന ആളല്ല ഞാൻ. കരടിച്ചേട്ടാ, നമ്മൾ പാവകളാണ്. തമ്മിലിങ്ങനെ കുറ്റം പറയുന്നതും ഒറ്റപ്പെടുത്തുന്നതൊന്നും നല്ലതല്ല. നീ എന്നെ പഠിപ്പിക്കണ്ട. അങ്ങോട്ട് നീങ്ങിയിരിക്കെ. പൊടി എനിക്ക് അലർജിയാണ്, തുമ്മലുണ്ടാവും. അടുത്ത ദിവസം രാവിലെ മാളൂട്ടിയും കൂട്ടുകാരും പാവകളുടെ അടുത്തേക്കെത്തി. ഡേയ്, നോക്ക്, അവർ രാവിലെ തന്നെ എന്നെ എടുക്കാനായി വരുന്നത് കണ്ടോ? എന്നെയും ഒരു നാൾ ആളുകൾ ഇഷ്ടപ്പെടും. ലോകം അവസാനിച്ചിട്ടാകും. ഹായ്, നല്ല പാവ. എന്നെയാണ് അവർ പുകഴ്ത്തുന്നത്. പൊടി പിടിച്ചിരിക്കുന്ന നിന്നെ അവർ നോക്കുക പോലുമില്ല. കരടിച്ചേട്ടാ, എല്ലാവർക്കും നല്ല കാലവും ചീത്ത കാലവും വരും. ഇങ്ങനെ പരിഹസിക്കാതെ. ആദ്യം നീ ചേട്ടാ എന്നുള്ള വിളി നിർത്തിക്കോ. ഞാൻ നിന്റെ ചേട്ടനൊന്നുമല്ല. എന്ത് നല്ല നിറമാണ് ഈ കുറുക്കന്. നല്ല ഭംഗിയുണ്ടല്ലേ? അതെ അതെ, നല്ല ഭംഗിയുള്ള കുഞ്ഞിക്കുറുക്കൻ. അപ്പൊ ആയിരിക്കുന്ന കരടിക്കുട്ടനെ കൊള്ളില്ലേ? എനിക്ക് കുറുക്കനെയാ ഇഷ്ടമായത്. എനിക്ക് തരുമോ ഈ കുറുക്കനെ? അയ്യോ, എനിക്ക് കുറുക്കനെയാ ഇഷ്ടം. ഇതെന്റെ ചക്കരയാ. ഒരുപാട് നേരം കുട്ടികൾ കുറുക്കൻ പാവയുമായി കളിച്ചതിന് ശേഷം പാവയെ വീണ്ടും ഷെൽഫിലേക്ക് തിരികെ വെച്ചു. എന്റെ ചക്കര കുറുക്കൻ കുട്ടൻ ഇവിടെ ഇരുന്നോ, ഞാൻ ഓടി വരാമേ. ചേട്ടാ എന്ന് വിളിച്ചോട്ടെ? വിളിച്ചോ. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും നല്ല സമയവും ചീത്ത സമയവും വരുമെന്ന്. എല്ലാവർക്കും സന്തോഷിക്കാൻ അവസരം കിട്ടും. എന്റെ കരടിച്ചേട്ടാ, നിങ്ങൾ അടിപൊളിയല്ലേ? ഇന്ന് എന്നെയാണ് അവിടെ എടുത്തത്. നാളെ ചേട്ടനെ, അതിന്റെ അടുത്ത ദിവസം പുതിയ പാവകൾ വരും. അങ്ങനെ മൂളാതെ എന്തെങ്കിലും പറ. നമുക്കൊരുമിച്ച് സന്തോഷമായി പോവാം. ശരിയാ. അന്നു മുതൽ കരടി ബൊമ്മയും കുറുക്കൻ ബൊമ്മയും വളരെ സ്നേഹത്തിൽ കണ്ണാടിക്കൂട്ടിൽ ഒരുമിച്ച് താമസം തുടങ്ങി. ചിന്നു, സൂക്ഷിച്ച്.
അവന്റെ മാന്തല് കിട്ടാതെ നോക്കണേ. ആ അമ്മേ. അങ്ങനെ. ഹായ്, കൊള്ളാലോ, നല്ല കളി. ഒന്ന് പോയി നോക്കിയാലോ, എന്നെയും കൂട്ടുമായിരിക്കും. അവരുടെ രസകരമായ കളിയും തന്റെ വിശപ്പും കാരണം നായ്ക്കുട്ടി ഗേറ്റ് കടന്ന് വീടിന്റെ മുറ്റത്തേക്ക് മാലാട്ടിക്കൊണ്ട് ചെന്നു. ഇവനാരാ? മുമ്പെങ്ങും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് വരാവോ? പണി പാളി. ഇനി എന്റെ കാര്യം ഗോവിന്ദ. നിന്നോട് ആരാ കണ്ട ചാവാലിപ്പട്ടിയൊക്കെ തൊടാൻ പറഞ്ഞത്? നല്ല തല്ല് വെച്ചേരും ചിന്നു. ഇങ്ങ് വന്നേ, കൈ കഴുകി തരാം. ചിന്നുവിന് സങ്കടമായി. രക്ഷപ്പെട്ടു. പാവം നായ്ക്കുട്ടി ഗേറ്റിന് പുറത്തു ചെന്ന് വീട് നോക്കിയിരിപ്പായി. അയ്യേ കഷ്ടം. നീ എന്തൊരു മണ്ടനാടാ. ക്ഷണിക്കാത്ത സ്ഥലത്ത് ആരേലും വലിഞ്ഞു കയറി വരോ? നീ എന്താ ഇങ്ങനെ പറയുന്നത്? എന്നോടും കുറച്ച് കരുണയൊക്കെ കാണിച്ചൂടെ അവർക്ക്? അതിന് നിന്നെ കാണാൻ ഒരു വൃത്തിയില്ലല്ലോ. എന്നെ നോക്ക്, ഞാൻ എത്ര വെളുത്തിട്ടാ. കാണാൻ എന്തൊരു മെനേ എനിക്ക്. നീ വേഗം സ്ഥലം വിടാൻ നോക്ക്. നായ്ക്കുട്ടിയെ കളിയാക്കിയ ശേഷം അഹംഭാവത്തോടെ പൂച്ചക്കുട്ടി വീടിനകത്തേക്ക് പോയി. ചിന്നുവിനെ കണ്ട നായ്ക്കുട്ടി സ്നേഹത്തോടെ മാലാട്ടി എഴുന്നേറ്റ് നിന്നു. അത് കണ്ട ചിന്നുവിന് എന്തെന്നില്ലാത്ത സന്തോഷവും. നായ്ക്കുട്ടാ വാ, നിനക്ക് വിശക്കുന്നുണ്ടോ? ഇതെല്ലാം ഒളി കണ്ടിട്ട് നോക്കിക്കൊണ്ടിരുന്ന പൂച്ചക്കുട്ടി ചിന്നുവിന്റെ പിന്നാലെ കൂടി. ചേടാ, ഇത് വലിയ പൊല്ലാപ്പായല്ലോ. ഇനി എന്തൊക്കെ സംഭവിക്കുമോ ആവോ. നിന്നോടല്ലേ പറഞ്ഞ സ്ഥലം വിടാൻ? നീ ഇതുവരെ പോയില്ലല്ലേ? ഇവിടത്തെ കുട്ടിക്ക് എന്നോട് സ്നേഹമുള്ളതായി തോന്നി. നോക്കിക്കോ, ഞാനിപ്പോ കാണിച്ചു തരാം. നീ വയറ് നിറച്ച് കഴിച്ചോളൂ ട്ടോ. ചിന്നു, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? വല്ല അസുഖം വരുത്തി വെക്കും. അങ്ങനെ തന്നെ വേണം. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്തോ നാടേ, നിന്റെ തലയിൽ കളിമണ്ണാണോ? അടി കെട്ടണ്ടല്ലോ, ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോ. നായ്ക്കുട്ടി വേറെ മാർഗമില്ലാതെ വിഷമിച്ചു അവിടെ നിന്ന് പോയി. ഇത് കണ്ട പൂച്ചയ്ക്ക് സന്തോഷമായി. അമ്മേ, ഞാൻ ഷാരിയുടെയും ലല്ലുവിന്റെയും കൂടെ കളിക്കാൻ പൊയ്ക്കോട്ടെ? പൊയ്ക്കോ, പക്ഷെ സന്ധ്യക്ക് മുമ്പ് തിരിച്ചു വരണം കേട്ടോ. ആ അമ്മേ, വേഗം വരാം. ഞാനെണ്ണ, നിങ്ങൾ വിളിച്ചോ. 1 2 3 4 5 6 7 8 9 10. അയ്യോ അയ്യോ, ആ അമ്മേ, അയ്യോ അയ്യോ ചിന്നു. അയ്യോ ചിന്നു, എനിക്ക് പേടിയാവുന്നു. കുഴിയിൽ നിന്നും കയറാൻ കഴിയാതെ ചിന്നു കരയാൻ തുടങ്ങി. അയ്യോ, നമുക്ക് വീട്ടിൽ പോവാം. ഓടിക്കോ.
അങ്ങനെ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരും ഓടി രക്ഷപ്പെട്ടു. അയ്യോ, ഇവനെന്തായി കാണിക്കുന്നത്? വിശപ്പ് തലക്ക് പിടിച്ച് ഇവന് വട്ടായോ? എന്താ ഇത്? എന്താടാ, എന്തു പറ്റി നിനക്ക്? എന്തോ ഉണ്ട്, ഇല്ലെങ്കിൽ ചിന്നുന്റെ അമ്മ പറകെ പോയില്ല. എന്തായാലും കൂടെ പോകുന്നതാണ് ബുദ്ധി. അമ്മേ, അമ്മേ, അയ്യോ അമ്മേ. മോള് കരയണ്ട കേട്ടോ. എന്താ പേടിച്ചോ? സാരമില്ല, അമ്മ എത്തിയില്ലേ, കരയണ്ട. പോട്ടെ പോട്ടെ കേട്ടോ. നീയാണ് എന്റെ മോളെ രക്ഷിച്ചത്. നീ ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞാ മതി. പൊന്നു മുതൽ ഇവനും വീട്ടിലുണ്ടാകും. നേരത്തെ അവനെ പരിഹസിക്കണ്ടായിരുന്നു. ഷേ, ആകെ ചമ്മലായല്ലോ. ചിന്നുവും അമ്മയും നായ്ക്കുട്ടിയും കൊണ്ട് വീട്ടിലേക്ക് പോയി. കൂട്ടുകാരാ, ഞാൻ നേരത്തെ എന്തൊക്കെയോ നിന്നോട് പറഞ്ഞു. അതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ പ്ലീസ്. വിവരദോഷികൾ പറയുന്നതും കാണിക്കുന്നതും ഞാൻ കണക്കിലെടുക്കാറില്ല. മോനെ കിട്ടുണ്ണി, കാക്കയും കോഴിയും വന്ന് ഈ ഗോതമ്പ് കൊത്തി തിന്നാതെ ഒന്ന് നോക്കിക്കോണേ. അക്കാര്യം ഞാൻ ഏറ്റമ്മേ. ഞാൻ ഈ വരാന്തയിൽ ഇരിക്കുമ്പോൾ ഒരു കാക്കയും കോഴിയും നമ്മളെ ഗോതമ്പ് കൊത്തി തിന്നില്ല. അതിന് ഞാൻ അവസരം കൊടുക്കില്ല. കൊള്ളാം, മിടുക്കൻ. എന്നാൽ പിന്നെ അമ്മ വേഗം ചെന്ന് പൂവാലി പശുവിനുള്ള പുല്ല് മുറിച്ച് വരാം. പുല്ല് മുറിച്ചിട്ട് അമ്മ പതിയെ വന്നാൽ മതി. ഷി, എവിടാ കാക്കേ? പോ. ഈ ഗോതമ്പ് തിന്നെ വന്ന് നീ വെറുതെ മോഹിക്കണ്ട. പോ പോ. ഹായ്, ഈ പൈക്കിടാവിന്റെ ഓട്ടം കാണാൻ എന്ത് രസമാ. എന്നെ കളിയാക്കുവാണോ നീ? നിന്നേക്കാൾ വലിയ ഓട്ടക്കാരനാ ഞാൻ. അവിടെ നിക്കടി. കണ്ടോ? ഹോ, എന്തൊരു വേഗത. അമ്പടി, എന്നെ തോപ്പിക്കാമെന്ന് കരുതിയോ? കണ്ടില്ലേ ഞാൻ നിന്നെ തോപ്പിച്ചത്. ഇനി ഞാൻ ഓടാം, നീ എന്നെ പിടിക്കൂ. കിട്ടുണ്ണി, ഡാ കിട്ടുണ്ണി. അമ്മ വിളിക്കുന്നുണ്ടല്ലോ. ആ, ആവശ്യം പോലെ വിളിച്ചോട്ടെ. എനിക്ക് പൈക്കിടാവിന്റെ കൂടെ കളിക്കണം. മഴ പെയ്യാന്ന് ഓർത്തായിരിക്കും അമ്മ വിളിക്കുന്നത്. ആ ഗോതമ്പ് അമ്മയ്ക്ക് തന്നെ വാരി വെക്കാമല്ലോ. മോനെ, എന്റെ അമ്മയാണല്ലോ ആ വിളിക്കുന്നത്. കിട്ടുണ്ണി, ഞാൻ കളി നിർത്തി. എന്റെ അമ്മ വിളിക്കുന്നു, എനിക്ക് പോണം. അമ്മ വെറുതെ വിളിക്കുന്നതാവും. പോവല്ലേ പൈക്കിടാവേ, നമുക്ക് കളിക്കാം. ഞാൻ കളി നിർത്തി, എനിക്ക് പോണം. ആ, പോണവരൊക്കെ പോട്ടെ. എന്റെ അമ്മ വിളിച്ചിട്ട് പോലും ഞാൻ പോയില്ല. നല്ല കൂട്ടുകാർ ഇങ്ങനെയല്ല, എപ്പോഴും ഒരുമിച്ച് നിൽക്കും. നീ എന്താ ഇങ്ങനെയെന്ന് അവളോട് എനിക്ക് ചോദിക്കണം. പൈക്കിടാവേ, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അമ്മമാർ വിളിക്കുന്നത്. ഞാൻ പോകാതെ കളിക്കാൻ തീരുമാനിച്ചു. നീ അമ്മ വിളിച്ചതേ കളി നിർത്തി ഓടിപ്പോയി. അതെന്താ അങ്ങനെ? കിട്ടുണ്ണി, അമ്മമാർ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മളത് കേൾക്കാതെയും അനുസരിക്കാതെയും ഇരുന്നാൽ നമ്മൾക്ക് തന്നെയാണ് അത് ദോഷം ചെയ്യുന്നത്.
അയ്യോ, കാറ്റിന് ശക്തി കൂടുതലാണല്ലോ. വല്ല മരവും മറിഞ്ഞു വീഴുവോ? അമ്മ വിളിച്ചപ്പോ അങ്ങ് ചെന്നിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പേടിച്ചു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നോ കിട്ടുണ്ണി? ശരിയാ, അമ്മയെ അനുസരിക്കാത്തതാണ് എന്റെ തെറ്റ്. വിഷമിക്കണ്ട കിട്ടുണ്ണി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിച്ചാൽ മതി. ആ, മഴ കുറയുന്നുണ്ടല്ലോ. അമ്മേ, മോനെ, എവിടെയായിരുന്നു നീ? അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ. ഏ, ആരാ കുറിഞ്ഞിപ്പൂച്ചയെ വിളിച്ചത്? കൊള്ളാലോ, ഈ തത്തമ്മയാണോ കുറിഞ്ഞിപ്പൂച്ചയെ വിളിച്ചത്? തത്തമ്മേ, നീ എന്തിനാ കുറിഞ്ഞിപ്പൂച്ചയെ വിളിച്ചത്? തത്തമ്മയെ അവൻ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. എന്താ? ആ തത്തമ്മ ഞങ്ങളുടെ പൂച്ചയെ വിളിച്ചു. ഓ, അതാണോ കാര്യം? അത് നിങ്ങളുടെ കുറിഞ്ഞു പൂച്ചയെ വിളിച്ചതൊന്നും അല്ല. ഇവളെപ്പോഴും തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനാണ് ഇവളെ ഇങ്ങനെ വിളിക്കാൻ പഠിപ്പിച്ചത്. തത്തമ്മേ പൂച്ച പൂച്ച. ദാ കേട്ടോ, വീണ്ടും പറഞ്ഞത്. ദാ കണ്ടോ, ഞങ്ങളുടെ കുറിഞ്ഞു പൂച്ചയും വിളി കേട്ടത്. ആ, രണ്ടുപേരും പരിചയപ്പെട്ടോ? മോളെ പൊന്നു, ഇതാണ് അപ്പു. മുത്തശ്ശിയെ പല കാര്യങ്ങളിലും സഹായിക്കുന്നത് ഇവനാ. മിടുക്കനാ. അപ്പുക്കുട്ടാ, നീ ഇതെന്താ ഉണ്ടാക്കുന്നേ? ഞാൻ വെള്ളയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാ മുത്തശ്ശി. ഇതാരാ? എന്റെ പേരക്കുട്ടിയാ. അങ്ങു പട്ടണത്തിലാ വീട്. പേര് പൊന്നു. ഹായ്, നല്ല രസം. അപ്പു, ഇനി നിന്റെ കൂടെ കളിക്കാൻ ഈ പൊന്നൂനെയും കൂടി കൂട്ടണം കേട്ടോ. അതിനെന്താ, എന്റെ കൂടെ കളിക്കാൻ പൊന്നും കൂടിക്കോളൂ. താങ്ക് യു. അപ്പു, ആ വെള്ളയ്ക്കാൻ വേണ്ടി എനിക്ക് ഒത്തിരി ഇഷ്ടായി. അത് ഞാൻ എടുത്തോട്ടെ? കളിക്കാൻ കൂടിക്കോളാൻ പറഞ്ഞപ്പോഴേക്കും എന്റെ വെള്ളയ്ക്കാൻ വേണ്ടി ചോദിച്ചല്ലോ. ഇനി അടുത്തത് എന്റെ തത്തമ്മയെ ചോദിക്കുമോ? എന്താ ഒന്നും മിണ്ടാത്തെ? വെള്ളയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്തോട്ടെ? ഇല്ല ഇല്ല, അത് മാത്രം ഞാൻ ആർക്കും കൊടുക്കില്ല. മുത്തശ്ശി. അപ്പു, വെള്ളയ്ക്കാൻ വേണ്ടി കുറച്ച് സമയം ഞാൻ ഓടിക്കാം. വേണ്ട, ഇത് ഞാൻ തന്നെ ഓടിച്ചോളാം. പൊന്നു, നീ നെല്ലിമരം കണ്ടിട്ടുണ്ടോ? നെല്ലിക്ക കണ്ടിട്ടുണ്ട്. നെല്ലിമരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാണ് നെല്ലിമരം. ഈ ഗ്രാമത്തിൽ എന്തോരം കാഴ്ചകളാണ്. പട്ടണത്തിൽ ഇങ്ങനെ ഒരു കാഴ്ചകളും ഇല്ല. പൊന്നു, കണ്ടില്ലേ നെല്ലിക്ക കാച്ചു കിടക്കുന്നത്? പൊന്നു, നമുക്ക് നെല്ലിക്ക പറിച്ച് തിന്നാം. കഴിക്കാം. പച്ച നെല്ലിക്ക ഞാൻ കഴിച്ചിട്ടില്ല. വീട്ടിൽ നെല്ലിക്ക അച്ചാറ് വാങ്ങും, അതേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഇല്ലേ? എന്നാൽ ഇന്ന് പച്ച നെല്ലിക്ക കഴിക്കാം. ഓ, കേറാൻ പറ്റുന്നില്ലല്ലോ. മരത്തിന് നനവുള്ളത് കൊണ്ടാണ് ഭയങ്കര തലല്. നീ കിടക്കുന്ന ഉണക്ക മടൽ ഇങ്ങ് എടുത്തോണ്ട് വന്നേ. ഇപ്പൊ കൊണ്ടുവരാം. അതിങ്ങിതാ, നനവുള്ള മരത്തിൽ കയറാനുള്ള സൂത്രമാണിത്. അപ്പു, വീഴാതെ സൂക്ഷിക്കണേ. ഹായ്, നെല്ലിക്ക മഴ പെയ്യുന്നേ. പൊന്നു, ആ നെല്ലിക്ക എല്ലാം പെറുക്കി എടുത്തോ? മതി അപ്പു, ഇങ്ങ് ഇറങ്ങിപ്പോരെ. ഇനി നമുക്ക് നാളെ പറിക്കാം. പൊന്നു, നീ എന്താ നെല്ലിക്ക കഴിക്കാത്തത്? കഴിച്ചു നോക്ക്. എന്തൊരു ചവർപ്പ്, ഇതിനൊരു രുചിയുമില്ല. വേറെ ഒരെണ്ണം കഴിച്ചു നോക്കാം. പൊന്നു പച്ച നെല്ലിക്ക ആദ്യമായി കഴിക്കുന്നത് കൊണ്ടാ. ഇതിന് ചവർപ്പ് തന്നെ. നിങ്ങളൊക്കെ എങ്ങനെയാ ഇത് കഴിക്കുന്നത്? പേരൊക്കെ കഴിക്കുന്ന പോലെ അങ്ങ് കഴിക്കും. കുറച്ച് വാരി എടുത്തോ, മുത്തശ്ശിക്കും കൊടുക്കാം. നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം. അപ്പോഴാണ് രസം. എന്ത് രസം? വെള്ളം കുടിച്ചു നോക്ക്.
അപ്പോഴറിയാം എന്ത്. ഓ, തത്തയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. നമുക്ക് കിണറ്റിന്റെ അരികിലേക്ക് പോകാം. അതെന്താണ് അപ്പു? അതാണ് വൈക്കോൽ പുര. മെതിച്ച് നെല്ലെടുത്ത ശേഷം വൈക്കോൽ അടുക്കി വെച്ചിരിക്കുന്നതാ. മുത്തശ്ശിയുടെ പൂവാലി പശുവിന് ഈ വൈക്കോൽ എന്തിഷ്ടമാണെന്നോ. പുര മേയാനും ഈ വൈക്കോൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ വൈക്കോൽ പുരയ്ക്കകത്താണോ കോഴിയെ വളർത്തുന്നത്? അത് കോഴിയമ്മ മുട്ടയ്ക്ക് അടയിരിക്കുന്നതല്ലേ. വൈക്കോലിനകത്താകുമ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കും. നമ്മൾ മുട്ട എടുക്കുമെന്ന് ഓർത്തായിരിക്കും കോഴിയമ്മ ബഹളം വയ്ക്കുന്നത്. കോഴിയമ്മേ, ഞങ്ങൾ നിന്റെ മുട്ടയൊന്നും എടുക്കില്ല കേട്ടോ. ഈ കിണറ്റിൽ നിന്നാണ് ഇവിടെ എല്ലാവരും വെള്ളം എടുക്കുന്നത്. ഹോ, ഇതിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം എടുക്കുന്നത്? അതിനൊക്കെ ഒരു സൂത്രമുണ്ട്. തിളപ്പിച്ചാറ്റി വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നാ അമ്മ എന്നോട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഈ വെള്ളം കുടിച്ചെന്നോർത്ത് ഒന്നും സംഭവിക്കില്ല. ഇതൊന്ന് കുടിച്ചു നോക്കിയേ. ഹായ്, നല്ല തെളിഞ്ഞ വെള്ളം. കുടിക്കല്ലേ? ഹായ്, നല്ല മധുരം. ഇതെന്താണ് ഇങ്ങനെ? ഈ വെള്ളത്തിൽ ആരെങ്കിലും പഞ്ചസാര കലക്കിയോ? പഞ്ചസാരയൊന്നും ആരും കഴിക്കതല്ല. നെല്ലിക്ക തിന്നിട്ടേ വെള്ളം കുടിച്ചാൽ ഇങ്ങനെയാ, മധുരിക്കും.